ഇന്ന് ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യുമെന്നായിരുന്നു ഇന്നലെ പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് ചോദ്യം ചെയ്യൽ ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പോലീസ് ഈ ശാസ്ത്രീയമായ തെളിവുകളും മറ്റു ലഭിച്ച മൊഴിയും ഒക്കെ വിശദമായി പരിശോധിച്ചതിന് ശേഷം മാത്രമേ അടുത്ത ചോദ്യം ചെയ്യലിലേക്ക് കടക്കൂ എന്നാണ് ഇപ്പോൾ അവർ അറിയിച്ചിരിക്കുന്നത്. ഇന്ന് നടക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സിനിമാ മേഖലയിൽ ഷൈൻ ടോം ചാക്കോയ്ക്ക് ഏതെങ്കിലും തരത്തിൽ നടപടി ഉണ്ടാകുമോ എന്ന് ഇന്നറിയാം. 3 വളരെ പ്രധാനപ്പെട്ട യോഗങ്ങൾ. ഒന്ന്, ഈ ഫിലിം ചേംബറിന്റെ യോഗം ചേരുന്നു ഷൈനെതിരായ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട്. മറ്റൊന്ന്, ഈ സൂത്രവാക്യം എന്ന് പറയുന്ന സിനിമ സെറ്റിലാണല്ലോ വിൻസി അലോഷ്യസിന്റെ ആരോപണങ്ങൾ ഉയർന്നു വന്നത്. ആ സിനിമയുടെ ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി ഇന്ന് യോഗം ചേരുന്നു. മറ്റൊന്ന്, സിനിമാ സംഘടനയായ താരസംഘടനയായ AMMയുടെ ഈ കേസ് അന്വേഷിക്കാൻ, ഈ സംഭവം അന്വേഷിക്കാൻ നിയോഗിച്ച സമിതിയും ഇന്ന് സിറ്റിംഗ് നടത്തുന്നുണ്ട്. അപ്പോൾ 3 വളരെ പ്രധാനപ്പെട്ട യോഗങ്ങൾ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഇന്ന് നടക്കുകയാണ്. ഇതിന് സമഗ്ര വിവരങ്ങൾ നൽകാനായി കൊച്ചിയിൽ നിന്ന് തിയോഫിൻ നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം, ഷൈൻ ടോം ചാക്കോയ്ക്ക് സിനിമാ മേഖലയിൽ ഇന്നത്തെ ദിവസം എത്ര നിർണായകമാണെന്ന്. തിയോഫിൻ നമ്മളോടൊപ്പം ചേരുകയാണ് കൊച്ചിയിൽ നിന്നും. തിയോഫിൻ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ദിവസം സിനിമാ മേഖലയിൽ ഷൈൻ ടോം ചാക്കോയ്ക്ക് എത്ര കണ്ട് നിർണായകമാണ്? ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾക്ക് ഇന്ന് ഈ ഫിലിം ചേംബറിന്റെ ഒക്കെ യോഗം ചേരുന്നുണ്ടല്ലോ, സാധ്യത കാണുന്നുണ്ടോ? മനു, ഗുഡ് മോർണിംഗ്. ഷൈൻ ടോം ചാക്കോയെ സംബന്ധിച്ച് ഇന്ന് നിർണായക ദിവസമാണെന്ന് തന്നെ നമുക്ക് പറയാം. 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, സിനിമാ മേഖലയിലുള്ള സംഘടനകൾ ഷൈനെതിരെയുള്ള കേസുകൾ, അതുമായി ബന്ധപ്പെട്ട പരാതികളിൽ എന്ത് നടപടി സ്വീകരിക്കണം, ഏത് രീതിയിൽ മുന്നോട്ട് പോകണമെന്ന വിഷയവും അതോടൊപ്പം ഷൈന് പറയാനുള്ളത് കേൾക്കുക എന്ന കാര്യങ്ങളുമുണ്ട്. അത്തരത്തിൽ 3 യോഗങ്ങൾ ഇന്ന് സിനിമാ സംഘടനകളുമായി ബന്ധപ്പെട്ടുണ്ട്. അതോടൊപ്പം തന്നെ കമ്മീഷണറുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘത്തിൻ്റെ ഒരു പ്രത്യേക യോഗം അതും ഇന്ന് ചേരുന്നുണ്ട്. ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെയുള്ള തെളിവുകൾ, അതുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിൽ ഇനി അന്വേഷണം മുന്നോട്ട് പോകണം, ഇതുവരെയുള്ള അന്വേഷണത്തിൻ്റെ പുരോഗതി, ഇത്തരം കാര്യങ്ങൾ വിലയിരുത്തുന്നതിനാണ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള യോഗം നടക്കുന്നത്. ഇതിനുശേഷമാകും ഇനി ഷൈൻ ടോം ചാക്കോയെ എന്ന് വിളിച്ചു വരുത്തണം, എങ്ങനെ ചോദ്യം ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ടുള്ള നിലപാടുകൾ എടുക്കുക. അതോടൊപ്പം തന്നെ ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ടുള്ള അതുമായിട്ടുള്ള ഒരു കണക്ഷൻ, അതും എല്ലാം ഇതുമായി ബന്ധപ്പെട്ട് വരും. അതുകൂടി കണക്കിലെടുത്ത് ഒരു പക്ഷേയുള്ള ചോദ്യം ചെയ്യലാകും ഉണ്ടാവുക. എന്തായാലും സിനിമാ മേഖലയിൽ ലഹരിയുമായുള്ള ഇടപാട്, ലഹരി വിതരണം ചെയ്യുന്ന ഒരാളുണ്ട്, അയാൾക്കായുള്ള അന്വേഷണം തുടരുകയാണ്. മലപ്പുറം സ്വദേശിയായ ഷഹീറിനെതിരെയുള്ള അന്വേഷണം, അയാളും ഷൈൻ ടോം ചാക്കോയും തമ്മിലുള്ള ബന്ധം, കാരണം ഇവർ തമ്മിലുള്ള ഒരു ഇടപാട്, 20,000 രൂപയുടെ സാമ്പത്തിക ഇടപാടിനെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അത് ലഹരി കൈമാറ്റത്തിന് ശേഷമുള്ള ഇടപാടാണോ അല്ല അതുമായി ബന്ധപ്പെട്ടതാണോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതിനായുള്ള അന്വേഷണം, ഈ പ്രതിക്കായുള്ള അന്വേഷണം സമാന്തരമായി പുരോഗമിക്കുകയാണ്. ഇതിനിടെയാണ് തുടർന്നുള്ള നീക്കങ്ങൾ. കാരണം നേരത്തെയുള്ള കൊക്കൈൻ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് ചെറിയ ക്ഷീണം സംഭവിച്ചിട്ടുണ്ട്. ആവശ്യമായ തെളിവുകൾ ശേഖരിക്കുന്നതിലൊരു പിഴവ് സംഭവിച്ചതായി കോടതി തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ പഴുതുകളും അടച്ച് കൃത്യമായ തെളിവുകൾ ശേഖരിച്ച് അന്വേഷണ പുരോഗതികൾ വിലയിരുത്തി മുന്നോട്ട് പോകാനുള്ള ഒരു നീക്കം. ഇതിൻ്റെ ഭാഗമായാണ് ഇന്നത്തെ യോഗം. തുടർന്നുള്ള അന്വേഷണം ഇന്നത്തെ യോഗം തീരുമാനിക്കും. അതോടൊപ്പം സമാന്തരമായി തന്നെ സിനിമാ മേഖലയിലെ സംഘടനകൾ ഇന്ന് യോഗം ചേരുന്നുണ്ട്. സൂത്രവാക്യം സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചിട്ടാണ് പൊന്നാനിയിൽ വെച്ച് തനിക്കെതിരെയുള്ള അധിക്ഷേപ പരാമർശമൊക്കെ ഉണ്ടായതെന്ന് വിൻസി അലോഷ്യസ് പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ സൂത്രവാക്യം സിനിമയുടെ ആഭ്യന്തര പരാതി പരിഹാര സെൽ അവരിന്ന് ഒരു പ്രത്യേക സിറ്റിംഗ് നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് ഫിലിം ചേംബറിൻ്റെ ഒരു യോഗം നടക്കുന്നുണ്ട്. ഇതും ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെയുള്ള പരാതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ചർച്ച ചെയ്യുക. അത് ഉച്ച കഴിഞ്ഞാണ് യോഗം. പരിഹാര സെൽ, ഈ ICCയുടെ യോഗത്തെക്കുറിച്ചുള്ള സമയം നമുക്ക് വ്യക്തമായിട്ടില്ല. ഒരുപക്ഷെ അത് ഉച്ചയ്ക്ക് മുമ്പുണ്ടായേക്കാം. ഇതോടൊപ്പം തന്നെ മറ്റൊരു യോഗം കൂടിയുണ്ട്. അമ്മ സംഘടന ഈ വിൻസിയുടെ പരാതിയുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്നതിന് ഒരു 3-അംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. വിനു മോഹനും സരയും ഉൾപ്പെടെയുള്ള സമിതി. ആ സമിതിയുടെ ഒരു സിറ്റിംഗ് ഇന്നുണ്ട്. അതിൽ ഈ സമിതിക്ക് മുൻപാകെ ഇന്ന് ഹാജരാകാമെന്ന് തനിക്ക് പറയാനുള്ളത് പറയാമെന്ന് ഷൈൻ ടോം ചാക്കോ സമിതി അറിയിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ഷൈൻ ടോം ചാക്കോ ഇന്ന് സമിതിക്ക് മുന്നിൽ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയും. സമിതിക്ക് മുന്നിൽ എത്തി. ഇവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം തിയോഫിൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ പോലീസിന്റെ നടപടികൾ ഏകദേശം അത് വളരെ കൃത്യമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. തിയോഫിൻ പറഞ്ഞതുപോലെ 2015 ഷൈനെതിരായ ആദ്യ കേസ് നമുക്കറിയാം. പക്ഷേ ഒരു കാര്യം ഓർക്കണം, അന്ന് ആ കേസിൽ ഷൈൻ അനായാസം ഊരിപ്പോരാൻ കഴിഞ്ഞു. അന്നത്തെ പോലീസല്ല ഇന്നത്തെ പോലീസ്, അന്നത്തെ ഭരണമല്ല ഇന്നത്തെ ഭരണം എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ സമഗ്രമായ എല്ലാ തെളിവുകളും പോലീസ് ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. സിനിമാ മേഖലയിലേക്ക് വരികയാണെങ്കിൽ സമീപകാലത്ത് ഒരുപാട് ആക്ഷേപങ്ങൾ ആ മേഖലയ്ക്കെതിരെ ഉയരുന്നുണ്ട്. നമ്മളെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ആളുകൾ കൂടിയാണ് സിനിമാ താരങ്ങൾ എന്ന് പറയുന്നത്. അവർക്കെതിരെ കേൾക്കുന്ന ആക്ഷേപങ്ങൾ ഒരേ സമയം ഇരയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വേട്ടക്കാരനോടൊപ്പം ഓടുകയും ചെയ്യുന്ന സംഘടനകൾ എന്നാണ് അവർക്കെതിരെ ഉയർന്ന ആക്ഷേപങ്ങളിലൊന്ന്. അതുതന്നെ ആയിരിക്കുമോ ഈ വിഷയത്തിലും ആവർത്തിക്കുക? അതോ ഇപ്പോൾ അറസ്റ്റൊക്കെ ഉണ്ടായ പശ്ചാത്തലത്തിൽ ഒരു വിലക്ക് പോലുള്ള നടപടികളെക്കുറിച്ച് ചിന്തിക്കാനോ ആലോചിക്കാനോ ഉള്ള സാധ്യതയുണ്ടോ?
മനു, ഫിലിം ചേംബറിന്റെ യോഗത്തിൽ അത്തരത്തിൽ, അതായത് തൽക്കാലം കുറച്ച് നാളത്തേക്കെങ്കിലും ഷൈൻ ടോം ചാക്കോയെ മാറ്റി നിർത്തുക എന്നൊരു ആലോചന അവരുടെ യോഗത്തിലുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി ഇന്നത്തെ ഫിലിം ചേംബറിന്റെ യോഗത്തിൽ അത് ചർച്ചയായേക്കുമെന്നാണ് വിവരം. പക്ഷേ ആഭ്യന്തര പരിഹാര സെൽ, സൂത്രവാക്യ സിനിമയുടെ ആഭ്യന്തര പരിഹാര സെല്ലിനെ സംബന്ധിച്ച്, കാരണം അന്ന് ഈ സംഭവം നടക്കുന്ന സമയത്ത് ആഭ്യന്തര പരിഹാര സെല്ലിന് ICCക്ക് വിൻസി അലോഷ്യസ് പരാതി നൽകിയിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഈ സംഭവം നടക്കുന്ന സമയത്ത് ആ ഷൂട്ടിംഗ് നടന്ന സിനിമയുടെ അവിടുത്തെ ലൊക്കേഷനിൽ ചുമതലയുണ്ടായിരുന്ന സെല്ലിന് എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, വിവരങ്ങൾ തേടേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ അന്വേഷിക്കുകയും മറ്റ് നടപടികൾ, എന്ത് നടപടി സ്വീകരിക്കണം, ഏത് രീതിയിൽ മുന്നോട്ട് പോകണം എന്നത് തീരുമാനിക്കുകയും ചെയ്യും. കാരണം ആ സെറ്റിലുണ്ടായ കാര്യങ്ങൾ തങ്ങൾക്കറിയാമെങ്കിൽ അത് മറ്റ് സാങ്കേതിക വിദഗ്ധരിൽ നിന്നും താരങ്ങളിൽ നിന്നും അത്തരം വിവരശേഖരണം നടത്തി ഇതുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷേ മറ്റ് സംഘടനകൾക്കും വേണ്ടി വന്നാൽ പോലീസിനും റിപ്പോർട്ട് നൽകുക എന്ന ചുമതല ഒരുപക്ഷെ ആ സിനിമയുടെ ICCക്ക് അതുണ്ടാകും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായാണ് ആഭ്യന്തര പരിഹാര സെല്ലിൻ്റെ സിറ്റിംഗ് നടക്കുന്നത്. ഫിലിം ചേംബർ പക്ഷേ ശക്തമായ നിലപാടിലാണ് നേരത്തെ തന്നെ. കാരണം സിനിമാ മേഖലയിലുള്ള ലഹരി ഇടപാടുകളുമായി ബന്ധപ്പെട്ട്, ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് പരാതി ഉയരുമ്പോൾ, ഓരോ തവണ പരാതി ഉയരുമ്പോഴും ഏറ്റവും കൂടുതലായി ഉയർന്നു കേട്ടിട്ടുള്ള പേര് ഷൈൻ ടോം ചാക്കോയുടേതാണ്. അതുകൊണ്ടാണ് ഷൈനിനെതിരെയുള്ള ഒരു പരാതിയും അത്തരം നടപടികളുമായി മുന്നോട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ പോലീസ് എത്തുമ്പോൾ വളരെ ശക്തമായൊരു നടപടി സ്വീകരിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് ഫിലിം ചേംബർ പോകുന്നത്. കാരണം ഇത് തുടർന്നുകൊണ്ട് പോകാൻ കഴിയില്ല എന്നൊരു നിലപാടിലേക്കുണ്ട്. കാരണം ചില സിനിമാ നിർമ്മാതാക്കളും കഴിഞ്ഞ ദിവസങ്ങളിൽ തങ്ങളുടെ സിനിമാ ലൊക്കേഷനുകളിൽ താരങ്ങൾ മയക്കുമരുന്ന് ആവശ്യപ്പെട്ടതായും അല്ലെങ്കിൽ മയക്കുമരുന്ന് ലഭിക്കാത്തതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും ഷൂട്ടിംഗ് വൈകിയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയിരുന്നു. അപ്പോൾ ആ ഒരു കാര്യത്തിൽ, അതായത് ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശക്തമായൊരു നിലപാട് സ്വീകരിക്കുക എന്നതാണ് ഫിലിം ചേംബറിൻ്റെ ഇപ്പോഴത്തെ ഒരു നിലപാട്, അല്ലെങ്കിൽ തീരുമാനം. അതുമായി ബന്ധപ്പെട്ടാണ് യോഗം നടക്കുന്നത്. പ്രധാന വിഷയം ഷൈൻ ടോം ചാക്കോ തന്നെയാണ്. അതോടൊപ്പം തന്നെയാണ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ, അതായത് വിൻസി അലോഷ്യസ് നൽകിയ പരാതിയിൽ ഇപ്പോൾ അമ്മ നിയോഗിച്ച സമിതി, 3 അംഗ സമിതിയുടെ സിറ്റിംഗ് കൂടി നടക്കുന്നത്. ആ സിറ്റിംഗ് അവർ എന്തെങ്കിലും തുടർ നടപടികൾക്ക് ശുപാർശ ചെയ്യുന്നതിന് മുൻപ്, താരസംഘടനയിൽ തന്നെ വിവരങ്ങൾ അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യുന്നതിന് മുൻപായി ഈ ഷൈൻ ടോം ചാക്കോയ്ക്ക് പറയാനുള്ളത് കൂടി അവർ കേൾക്കുന്നുണ്ട്. അതിനുശേഷമാകും റിപ്പോർട്ട് നൽകുക. വളരെ വേഗം തന്നെ ഷൈനിന് പറയാനുള്ളത് കൂടി കേട്ടിട്ട് റിപ്പോർട്ട് നൽകാം എന്ന് കരുതിയാണ് ഈ 3 അംഗ സമിതിയുടെ റിപ്പോർട്ട് സമർപ്പിക്കൽ വൈകുന്നത്. കാരണം ഒരു ദിവസത്തിനുള്ളിൽ തന്നെ റിപ്പോർട്ട് നൽകുമെന്നാണ് ആദ്യം അറിയിച്ചിരുന്നെങ്കിൽ കൂടി അത് നീണ്ടുപോകുന്നതിനൊരു കാരണം ഈ ഒരു വിഷയമാണ്. ഷൈൻ ടോം ചാക്കോ, കാരണം അയാൾ കൂടി ഒരു താരമാകുമ്പോൾ താരസംഘടനയിലെ അംഗം കൂടിയാണ്. ആ നിലയ്ക്ക് അയാൾക്ക് പറയാനുള്ളത് കൂടി കേൾക്കുക എന്നൊരു നിലപാട് സമിതിയുടെ ഭാഗത്തു നിന്നുണ്ട്. അതിനുശേഷമാകും സമിതി റിപ്പോർട്ട് നൽകുക. എന്തായാലും നിർണായകമായ നമുക്ക് നോക്കാം എന്ത് നിലപാടാണ് അവർ സ്വീകരിക്കാൻ പോകുന്നതെന്ന്, ഏത് തരത്തിലുള്ള നടപടികളാണ് എടുക്കാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് കാത്തിരുന്ന് കാണാം. ഏതായാലും ഇന്നാണല്ലോ യോഗമൊക്കെ ചേരാൻ വേണ്ടി പോകുന്നത്. ഈ ഷൈൻ ടോം ചാക്കോയുടെ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ തിയോഫിൻ നമുക്ക് കൊച്ചിയിൽ നിന്ന് പങ്കുവച്ചത്.